മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കൂട്ടമാനഭംഗത്തിന് ഇരയാക്കിയതായി പരാതി. നാട്ടുകാരും ബന്ധുക്കളും അടക്കം 8 പേരാണ് ചൂഷണം ചെയ്തത്. അരീക്കോട് പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇവരുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, അതിക്രൂരമായ ഒരു പീഡനമാണ് അരങ്ങേറിയത്. 8 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ്? KP മലപ്പുറം അരീക്കോടാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതി പീഡനത്തിന് ഇരയായത്. ഇവരെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. കോഴിക്കോട് ജില്ലയിലടക്കം വിവിധ ലോഡ്ജുകളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നതാണ് നിലവിലുള്ള കേസ്. അരീക്കോട് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 36-കാരിയായ യുവതിയാണ് ഇങ്ങനെ പീഡനത്തിന് ഇരയായത്. കേസിൽ 8ഓളം പ്രതികളാണ് ഉള്ളത്. അരീക്കോട് പോലീസ് 3 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ യുവതി മാനസിക വെല്ലുവിളി നേരിടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ മൊഴികൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ മൊഴികളെല്ലാം പരിശോധിച്ചും മറ്റ് വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും പോലീസ് ഇതിന്റെ അറസ്റ്റ് അടക്കമുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. കൂട്ടമാനഭംഗം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ കേസ് അന്വേഷിക്കുന്നത് കൊണ്ടോട്ടി ഡിവൈഎസ്പി ആണ്. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അരീക്കോട് ആണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ 2015 മുതൽ ഈ യുവതി ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുവതി നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ വിവാഹ മോചിത കൂടിയാണ് യുവതി. 2 മക്കളുണ്ട്. ഈ അയൽവാസികളും അതോടൊപ്പം തന്നെ അകന്ന ചില ബന്ധുക്കളുമാണ് യുവതിയെ പീഡിപ്പിച്ചത്. ഒരു മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഭാഗത്തും അതോടൊപ്പം തന്നെ മലപ്പുറം ടൗണിലും അതോടൊപ്പം തന്നെ കോഴിക്കോട് താമരശ്ശേരി അടക്കമുള്ള ചില ഭാഗങ്ങളിലെ ലോഡ്ജിലും എത്തിച്ച് യുവതിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരു യുവാവാണ് ആദ്യം യുവതിയെ പീഡിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ചിലരും അതോടൊപ്പം തന്നെ ചില അകന്ന ബന്ധുക്കളും, അങ്ങനെ 8ഓളം പേരാണ് ഈ കേസിൽ നിലവിൽ പ്രതിപട്ടികയിൽ ഉള്ളത്. KP മലപ്പുറത്തു നിന്നും ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.